മതമില്ലാത്ത ജാതിയില്ലാത്ത ഒരു നാട്. അങ്ങനൊരു നാടിനെ പറ്റി ചിന്തിച്ചിട്ടുണ്ടോ? നമ്മുടെ കേരളത്തിൽ അങ്ങനെ ഒന്ന് നടന്നിരുന്നെങ്കിൽ എന്ന് നമ്മുടെ സാമൂഹ്യ ആചാര്യന്മാരൊക്കെ പണ്ടുകാലം മുതൽ ചിന്തിച്ചിട്ടുണ്ട്. എന്നാൽ അത് നടപടിയേയില്ല. ഇപ്പം ഞാൻ ഈ പറഞ്ഞു വരുന്നത് സുൽഫി നൂഹു എന്നൊരു ഡോക്ടറുണ്ട്. നമ്മുടെ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്ന ആളാണ്. അദ്ദേഹം ചില കുറിപ്പുകളൊക്കെ എഴുതും, ചിലപ്പോൾ അദ്ദേഹം വീഡിയോകളൊക്കെ എഴുതും. നമ്മുടെ ജീവിതശൈലി രോഗങ്ങളുമായിട്ട് ബന്ധപ്പെട്ടും നമ്മൾ ജീവിതത്തിൽ പാലിക്കേണ്ട ചില ഭക്ഷണ ക്രമീകരണങ്ങളെ പറ്റിയിട്ടുള്ള വീഡിയോകളൊക്കെയാണ് അദ്ദേഹം സാധാരണയായി നൽകുന്നത്. എന്തായാലും അദ്ദേഹം തൻ്റെ ഫേസ്ബുക്ക് പേജിലൂടെ ഒരു കുറിപ്പ് എഴുതി. ഈ കുറിപ്പിനകത്ത് യോഗ എന്ന് പറയുന്നത് പൊതുവിൽ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഒന്നാണ്, അല്ലെങ്കിൽ മറ്റ് വ്യായാമ മുറകളൊന്നും നൽകുന്ന ഒരു സുഖം യോഗ നൽകില്ല എന്നും, യോഗ എന്നത് പണ്ടേ കാലഹരണപ്പെട്ട് പോവേണ്ടിയിരുന്ന, അല്ലെങ്കിൽ അത് സമൂഹത്തിന് മുൻപിൽ ഉയർത്തി കാട്ടേണ്ട ഒരു വ്യായാമ മുറയല്ലെന്നും അത് നൽകാത്ത പല സുഖങ്ങളും ഈ മറ്റ് വ്യായാമങ്ങളിലൂടെ ലഭിക്കുമെന്ന തരത്തിലാണ് അദ്ദേഹം ഈ യോഗയെക്കുറിച്ച് ഒരു കുറിപ്പ് എഴുതിയത്. അത് യോഗാ ദിനത്തിലുമാണ് എഴുതിയത്. ശരിക്കും അദ്ദേഹം ഈ ആരോഗ്യ പ്രശ്നങ്ങളുമായൊക്കെ ബന്ധപ്പെട്ടും അല്ലെങ്കിൽ മറ്റ് വ്യായാമങ്ങളെക്കുറിച്ചൊക്കെ ബന്ധപ്പെട്ട് എഴുതുന്ന ഒരു കുറിപ്പ് അങ്ങനെ കാണാനുള്ളതേ ഉള്ളൂ. ആ കുറിപ്പിൽ യോഗ എന്നത് നമുക്ക് ഒരുപാട് ഗുണങ്ങൾ നൽകുന്ന ഒന്നാണ്. അങ്ങനെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതിന് അപ്പുറത്തേക്ക് യോഗ നമ്മൾ ചെയ്യുമ്പോൾ നമ്മുടെ ശരീരത്തിനും മനസ്സിനുമൊക്കെ ഒരു ഉണർവ് കിട്ടുന്നുണ്ട്. ഇതൊക്കെ നമുക്ക് പേഴ്സണലി ഫീൽ ചെയ്യാൻ പറ്റിയ കാര്യങ്ങളാണ്. ഇതൊക്കെ അതിൻ്റെ ഒരു വശമായിട്ട് നിലനിൽക്കുന്നുണ്ട്. അദ്ദേഹം എന്ത് ശാസ്ത്രീയ അടിസ്ഥാനത്തിലാണ് അതിനെക്കുറിച്ച് അങ്ങനെ എഴുതിയത് എന്നുള്ള കാര്യങ്ങളൊന്നും അദ്ദേഹം വ്യക്തത വരുത്തിയിട്ടുമില്ല. ഇനി അങ്ങനെ ഉണ്ടോ ഇല്ലയോ എന്ന് സാധാരണക്കാരായ ആളുകൾക്ക് അറിയില്ല. ഒരുപക്ഷെ അദ്ദേഹം ഒരു ഡോക്ടർ ആയതുകൊണ്ട് അതിനെപ്പറ്റി സ്റ്റഡി ചെയ്ത് എഴുതിയതാണോ എന്നും നമുക്കറിയില്ല. എന്തായാലും ഇതൊന്നുമല്ല നമ്മുടെ വിഷയം. ഇങ്ങനെ അദ്ദേഹം എഴുതുമ്പോൾ അദ്ദേഹത്തിൻ്റെ പേര് സുൽഫി നൂഹു എന്ന ഒരു മുസ്ലിം നാമധാരി ആയതുകൊണ്ട് മാത്രം അദ്ദേഹം നേരിടുന്ന സൈബർ ആക്രമണം ചില്ലറ ഒന്നുമില്ല. ആ പോസ്റ്റിനിടയിൽ വരുന്ന കമൻറ്റുകൾ എല്ലാം ഈ ഭാരതവുമായി ബന്ധപ്പെട്ട്, BJPയുമായി ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ ഹിന്ദുത്വവുമായൊക്കെ ബന്ധപ്പെട്ടാണ് ഈ കമൻറ്റുകൾ. അദ്ദേഹം അതിനെക്കുറിച്ചൊന്നും പരാമർശിച്ചിട്ടേ ഇല്ല. ഭാരതത്തിൻ്റെ ഒരു സംസ്കാരം എന്ന നിലയിൽ ഇത് ഉയർത്തിക്കാട്ടുന്നതിനെ അദ്ദേഹം ചെറുതായി ഒന്ന് വിമർശിച്ചിട്ടുണ്ട്. എങ്കിൽ പോലും അദ്ദേഹം ഇത്തരത്തിലുള്ള കാര്യങ്ങളിലേക്കൊന്നും അദ്ദേഹം വിരൽ ചൂണ്ടിയിട്ടില്ല. അദ്ദേഹം മതത്തെപ്പറ്റി സംസാരിച്ചിട്ടില്ല. യോഗ നല്ലൊരു വ്യായാമ മുറയാണ് എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് വാദിക്കാം, അതിനടി കമൻറ്റുകൾ ഇടാം. എന്നാൽ അതിനടിയിലേക്ക് ഇട്ടേക്കുന്ന കമൻറ്റുകൾ മുഴുവൻ മതവുമായി ബന്ധപ്പെട്ടും അദ്ദേഹത്തിൻ്റെ ആ ഒരു പേര്, അതാണ് പലർക്കും വിഷയം. എന്താണ് നമ്മുടെ ആളുകൾ ഇങ്ങനെ? നമ്മുടെ നാട്ടിൽ ഒരു ആൾക്ക് അഭിപ്രായം പറയാൻ അല്ലെങ്കിൽ എന്തിനെക്കുറിച്ചെങ്കിലും ഒന്ന് പരാമർശിക്കാൻ ഈ മതവും ജാതിയും ഒക്കെ നമുക്കൊരു തടസ്സമാവേണ്ട ആവശ്യമുണ്ടോ? അല്ലെങ്കിൽ ഒരു പേര് ഇതിലെന്തിരിക്കുന്നു? പലർക്കും പല പേരുകളുണ്ട്. നമ്മളൊരു നാട്ടിൽ പോയി ഒളിച്ച് താമസിച്ച് വേറൊരു പേരിട്ടാൽ ആ പേര് വെച്ച് നമ്മളെ എങ്ങനെ കണ്ടെത്താൻ കഴിയും? എന്തായാലും ഇത്തരത്തിൽ ആളുകൾ ചിന്തിക്കുന്നത് ലജ്ജാകരമെന്നേ പറയാൻ കഴിയും.